മുഅ്മിനേ, ഞാനും നിങ്ങളും ഉമ്മായുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോ എനിക്ക് നിശ്ചയിക്കപ്പെട്ട ആയുസ് കണക്കാക്കിയിട്ടുണ്ട്. എവിടെ എത്തണമെന്ന്, എത്ര ഈ ഭൂമിയിൽ വെച്ച് തിന്നണമെന്ന്, എത്ര ശ്വാസം വലിക്കണമെന്ന്, എത്ര ഉച്ഛസിക്കണമെന്ന്, എവിടുന്നെല്ലാം വെള്ളം കുടിക്കണമെന്ന്, എവിടെയെല്ലാം ജോലി ചെയ്യണമെന്ന്, ആരോടെല്ലാം ഇടപഴകണമെന്ന്, ഞാൻ എവിടെയെല്ലാം ജോലി ചെയ്യണം, എത്തണമെന്ന്, എത്ര നോമ്പനുഷ്ഠിക്കണമെന്ന്, എത്ര റമളാൻ എന്റെ ജീവിതത്തിൽ സ്വീകരിക്കണമെന്ന് എല്ലാം റബ്ബിന്റെ ഖളായിലുണ്ടല്ലോ മുഅ്മിനേ. സാബിഖായ കിതാബിലുണ്ടല്ലോ. എത്ര പ്രസംഗിക്കാൻ കഴിയും, എത്ര ഇമാമ് നിൽക്കാൻ കഴിയും, എത്ര ജോലി ചെയ്യാൻ കഴിയും, മക്കളെ കല്യാണം കഴിപ്പിക്കാനുണ്ട്, പല പ്ലാനുണ്ടല്ലോ, വീട് വെക്കാനുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, കഴിയുമോ? ആയുസ് ഉണ്ടാകുമോ? അറിയൂല. അവധി എത്തിയാൽ ഒരാളും വഴുകൂല. നിസ്കാരത്തിലാണോ സുജൂദിൽ കിടന്ന് വീണല്ലോ, കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കണ്ടല്ലോ. അവിടെ എത്തിയപ്പോഴാ അവധി കഴിഞ്ഞത്. അള്ളാഹു നമ്മളെ മരണം നന്നാകട്ടെ. നല്ല സമയത്ത് അള്ളാഹു അവസാന ശ്വാസം വലിക്കാൻ തൗഫീഖ് നൽകട്ടെ. അതാണൊരു വലിയ വിജയിയുടെ അടയാളം, അന്ത്യം നന്നാവുക എന്നുള്ളത്. റമളാൻ എന്ന വലിയ റഹ്മത്തിന്റെ രാവ്, ആ റഹ്മത്തിന്റെ പകല് നമ്മളോട് യാത്ര പറയുമ്പോ കൽവിലൊരു സങ്കടം വരണം, ഒരു വിഷമം വരണം. പടച്ചോനെ, സ്വർഗം വാങ്ങാൻ പറ്റുന്ന രാവ്, ഇത്ഖുമ്മിനന്നാറിന്റെ രാവ്, പാപം പൊറുക്കുന്ന രാവ്, തറാവീഹിന്റെ രാവ്, അത്താഴത്തിനണീറ്റ രാവ്, സ്വതക്കയുടെ രാപ്പകലുകള് എത്ര ധന്യമായിരുന്നു അല്ലാ. പള്ളി സജീവമായിരുന്നു അല്ലാ. എവിടെയും ഖുർആനിന്റെ ഓത്ത്, എവിടെയും ദിക്റിന്റെ മജ്ലിസ്, എപ്പോഴും വഅദ്, എവിടെയും സന്തോഷങ്ങൾ, അന്തരീക്ഷം മുഴുവനും നന്മയിൽ. ഈ രാപ്പകലുകൾ വിട പറയുകയാണല്ലോ റബ്ബേ. ഇനി എന്നാണ് അല്ലാ ഈ ഒരു ചിന്തയാ മുഅ്മിനേ വേണ്ടത്. അല്ലാഹു നമുക്ക് വിജയം തരട്ടെ. റമളാൻ കൊണ്ട് വിജയിച്ചവരെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. സ്വർഗത്തിൽ സീറ്റ് അല്ലാഹു നമുക്ക് വാജിബാക്കട്ടെ. നരകത്തിൽ നിന്ന് മോചനം ലഭിച്ച ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെയും അഹ്ലുകാരെയും ഉൾപ്പെടുത്തട്ടെ. ലാ ദാറു ലിൽ മർഇ ബഅദ മബഅദൽ മൗതി യസ്കുനുഹാ ഇല്ലല്ലതി കാന ഖബ്ലൽ മൗതി യബ്നീഹാ അംവാലുനാ ലിദവിൽ മീറാസി നജ്മഉഹാ വദുദുനാ ലിഖറാ വിദ്ദഹരി നബ്നീഹാ. ഈ ലോകത്ത് മുഴുവൻ അധ്വാനങ്ങളും നാളേക്ക് വേണ്ടിയാകണം. ആ സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ഉൾഘടിച്ച് മുത്തുനബി കടക്കുമ്പോ അതിന്റെ പിന്നിൽ കടക്കുന്ന ഉമ്മത്തികളിൽപ്പെട്ട ഒരു മെമ്പറായി തീരണം. ഇതെല്ലാം അവസാനിക്കാനുള്ളതാണ്. മരണത്തോടുകൂടെ എല്ലാം മറ്റുള്ളവൻ്റെതാണ്. നാളെ ഒറ്റയാനായും മണ്ണിന്റെ തിട്ടയിൽ കടക്കും എന്റെ കൂടെ വരാനുള്ളത് ചെയ്ത നന്മകളാണ്, ഞാൻ കൊടുത്ത സ്വതക്കകളാണ്, ഞാൻ നിസ്കരിച്ച നിസ്കാരങ്ങളും മറ്റു കർമ്മങ്ങളുമാണ്. എവിടെയാ രാജാക്കന്മാരുള്ളത്? ഐനൽ മുലൂക്കുല്ലത്തി കാനത്ത്. ഈ രാജാധികാരത്തോടുകൂടെ ജീവിച്ച രാജാക്കന്മാരൊക്കെ എവിടെ പോയി? എല്ലാവരും മണ്ണ് തൊട്ടല്ലോ, അവരൊന്നും കൊണ്ടുപോയില്ലല്ലോ. ഞാനും നിങ്ങളും കിടക്കണം ഈ മണ്ണറയില്. ഇഷ്ടപ്പെട്ടവര് മരിച്ചപ്പോ, പരിചയക്കാര് സ്വന്തക്കാര് മരിച്ചപ്പോ നമ്മൾ പറഞ്ഞു, സതേ വല്ലാത്തൊരു മരണോ, കാണാൻ കഴിയുന്നില്ല മയ്യത്തിന്റെ മുഖം, പലതും ഓർമ്മ വരികയാ. എത്ര ചെറുപ്പത്തിലാ മരിച്ചത്, ഞങ്ങൾ ഒക്കെ കളിച്ചവരാ, ഒക്കെ നടന്നവരാ. മോനെ, നാളെ നിന്നെ കുറിച്ച് ഇങ്ങനെ പറയൂല, എന്ത് ഗ്യാരണ്ടിയാ ഉള്ളത്? നാളെ ഞാനാണ് ആ മൂക്കിൽ പഞ്ഞി വെച്ച് കിടക്കുന്നതെന്നൊന്ന് ചിന്തിച്ചാൽ എത്രയാ നമ്മുടെ മനസ്സ് നന്നാകല്. എവിടെയാ നമുക്ക് കച്ചറ കൂടാൻ, പ്രശ്നം ഉണ്ടാക്കാൻ, അടിപിടി കൂടാൻ, പിണങ്ങിക്കഴിയാൻ സമയമുള്ളത്? അതുകൊണ്ട് മഹാന്മാരെ വാക്കേ ഓർമ്മപ്പെടുത്താനുള്ളത്. എല്ലാം നാളേക്ക് വേണ്ടി ഒരുക്കുക. ഈ റമളാൻ നാളേക്ക് വേണ്ടി
പൂർത്തിയാക്കുക, ഇനിയുള്ള ദിവസങ്ങൾ ധന്യമാക്കുക, ഖുർആൻ ഖത്മ് തീരാത്തവന് തീർക്കുക, കൊടുക്കാനുള്ളത് മുഴുവനും കൊടുത്തു വീട്ടുക, നിസ്കാരങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. ഈ നേടിയെടുത്ത ചൈതന്യം നഷ്ടപ്പെടുത്താതെ പെരുന്നാളിനും തുടർന്നും നമ്മൾ ജീവിക്കുക. നിസ്കാരം നമുക്ക് ഒരു സാഹചര്യത്തിലും നഷ്ടപ്പെട്ടു പോകരുത്. അള്ളാഹുവിന് വേണ്ടി നമ്മൾ വയറ് പട്ടിണി കിടന്നതുപോലെ, നോമ്പുകാലത്ത് നാവും കണ്ണും സൂക്ഷിച്ചതുപോലെ, നോമ്പ് കഴിഞ്ഞാലും നമ്മൾ അവയവങ്ങൾ മുഴുവനും ഹറാമിൽ നിന്ന് സൂക്ഷിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ എൻ്റെ നഫ്സിനോട് നിങ്ങളെ കേൾക്ക വസിയ്യത്ത് ചെയ്യുന്നു, എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ പരിശുദ്ധമായ ദിവസം വെള്ളിയാഴ്ച സയ്യിദുൽ അയ്യാമാണ്, സയ്യിദുൽ ശുഹൂറായ റമദാനിലാണ്. ഇങ്ങനത്തെ ഒരു അവസരം ഇനി ലഭിക്കാനില്ല ഈ വർഷം. പടച്ചവനെ, ആ റഹ്മത്തിന്റെ സമയം പ്രതീക്ഷിച്ചാ ഞങ്ങൾ ഇത്ര നേരം ഇവിടെ ഇരുന്നത്. റബ്ബായ നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞത് കേട്ടത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ ദോഷം പൊറുക്കണേ അല്ലാ. വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني.